നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പോച്ചയിൽ ഗോൾഡ് വലിയ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള പോച്ചയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കുറേ ഗോൾഡിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഒക്കെയാണ് കാണാൻ പോകുന്നത്. കാണാം. ഇനി നമ്മളൊരു വെഡ്ഡിങ് സെറ്റ് കാണാൻ പോവാണ്. ഒന്നല്ല 2 വെഡ്ഡിങ് സെറ്റ് കാണാൻ പോവാണ്. ഇത് അത്യാവശ്യം കുറച്ച് വെയിറ്റൊക്കെ വേണം, സ്വർണ്ണത്തിന് കുറച്ചൊന്ന് നല്ല പൊലിമയിലും വേണം, നല്ല വെയിറ്റിലും വേണം എന്നുള്ള ആഗ്രഹമുള്ള നമ്മളുടെ വെഡ്ഡിങ് പാർട്ടീസിനൊക്കെ പറ്റിയതാണ് കേട്ടോ. സോ ഇത് വരുന്നത് എത്രയാണ്? കംപ്ലീറ്റ് ഈ ഒരു സെറ്റ് എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര പവനിലാണ് വരുന്നത്? 50 പവൻ അല്ലേ? അപ്പം ഇതെല്ലാം ഉൾപ്പെടും. അപ്പോൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് മാല ഇത് നമ്മളുടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അല്ലേ? സോ നമ്മൾ ആക്ച്വലി നമ്മളുടെ ആഡ്സിലൊക്കെ കണ്ടിട്ടുള്ള മാലകളാണ്. അൺകട്ട് ടൈപ്പാണ്. എത്രയാണ് വരുന്നത് അതിൻ്റെ? 22 പവൻ. സോ ഇതാണ് നമ്മളുടെ 22 പവൻ്റെ നെക്ലെസ് ആണിത്. ആക്ച്വലി നമ്മളിത് കുറച്ച് ആഡ്സിലൊക്കെ കണ്ടിട്ടുള്ളത് അല്ലേ? കുറച്ച് വെറൈറ്റി ആയിട്ട് അൺകട്ടിൻ്റെ ആണിത്. മാല എന്ത് ടൈപ്പാണ്? അതുപോലെ ടർക്കിഷ് കളക്ഷനാണ്. അപ്പോൾ എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര പവനാണ്? 2.5 പവനാണ്. ഓക്കെ, 2.5 പവനിൽ ഒരു ലെയറിൻ്റെ ടർക്കിഷ് കളക്ഷനാണ് കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, തിളക്കമൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ഇതിനകത്ത് മിക്സ് ആണല്ലേ? ഇനി നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ്, അതായത് നമ്മുടെ ചെറിയ നെക്ലസ് അതുപോലെ തന്നെ വലിയ നെക്ലസ് ഒക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏത് ടൈപ്പ്, ഏത് മോഡലാണിത്? കൽക്കട്ട ടൈപ്പാണ്. സോ ഇപ്പോൾ ഇത് റേഞ്ച് ഏതൊരു വെയിറ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 പവൻ 3 പവൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും വരുന്നത്? ഒരു ഏകദേശം 1 പവൻ അടുത്ത് വരും. ഓക്കെ. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ കൽക്കട്ട മോഡൽ കളക്ഷൻ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ബാംഗിൾസ് ആണ്. പല രീതിയിലുള്ള കളക്ഷൻസ്, പല മോഡൽസ് ആണ്. സോ അതുപോലെ തന്നെ ഗ്രാം, വെയിറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. സോ അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചേട്ടനോട് ചോദിക്കാൻ പോവാണ്. സോ പേരെന്തായിരുന്നു? നിസാർ. നമ്മൾ നിസാർ ചേട്ടനാണ് നമുക്ക് വേണ്ടി ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് കേട്ടോ. സോ നമ്മുടെ ബാംഗിൾ കളക്ഷനിൽ പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോഡൽസ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ടിങ് വരുന്നത് ഏത് മോഡലാണ്, ഏത് റേറ്റ് ആണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? സ്റ്റാർട്ടിങ് 4 ഗ്രാം മുതൽ കേരള ബാംഗിൾസ് വരുന്നത്. കേരള ബാംഗിൾസ് ആണ്. പിന്നെ 3 ഗ്രാമിൻ്റെ ടർക്കിഷ് പോലത്തെ സിംഗപ്പൂർ പോലത്തെ മോഡലുകൾ വരുന്നുണ്ട്. പിന്നെ അതിൽ മുകളിലോട്ട് ഏതാണ്ട് 20 ഗ്രാം 24 ഗ്രാം വരെയുള്ള ബാംഗിൾസ് അത്രയും വരെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ളത് തൊട്ട് നമുക്ക് കണ്ടുവരാം. അപ്പോൾ ഏതാണ് ഏകദേശം ഒരു വെയിറ്റ് കുറഞ്ഞത്? ഏകദേശം ഇതിനകത്ത് ഏതൊക്കെ ആയിരിക്കും? ഇതിനകത്ത് 4 ഗ്രാം മുതൽ ഏകദേശം 3.5 ഗ്രാം ഇതാണ്ട്. ഇത് 5 ഗ്രാമിൻ്റെ, ഇത് 4 ഗ്രാമിൻ്റെ, അങ്ങനെ 8 ഗ്രാം 6 ഗ്രാം എല്ലാ ഐറ്റങ്ങളും ഇതിനകത്തുണ്ട്. ഇത് കേരള മോഡൽ. ഇതിനകത്ത് 6 ഗ്രാം മുതൽ മുകളിലോട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതും കേരള മോഡലാണ്. ഇതെല്ലാം കേരള മോഡലാണ്. ഇതൊക്കെയോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സിംഗപ്പൂർ ഐറ്റം കളക്ഷൻസ് ആണ്. സ്റ്റാർട്ടിംഗ് ഒക്കെ ഏകദേശം 8 ഗ്രാം മുതലാണ് സ്റ്റാർട്ടിംഗ്. ഇതിനകത്ത് ടർക്കിഷ് ഐറ്റങ്ങളുണ്ട്. ടർക്കിഷ് ഐറ്റങ്ങൾ 12 ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടർക്കിഷിന്റെ ഏറ്റവും പുതിയ മോഡലുകളാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഈ ഒരു റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ് ആണ് അല്ലേ? മിക്സ് ചെയ്ത് വരുന്നത്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ എന്നാണ് പറയുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കൽക്കട്ട, പാലക്ക ബാംഗിൾ, ആൻറ്റിക് ബാംഗിൾ, ചെട്ടിനാട് ബാംഗിൾ, സിംഗപ്പൂർ ബാംഗിൾ, ടർക്കിഷ് ബാംഗിൾ, എല്ലാ ബാംഗിളും ഇതിനകത്ത് അവൈലബിൾ. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പൊലിമ തോന്നിക്കുന്ന രീതിയിലുള്ള കളക്ഷനാണ് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് നമ്മുടെ മോഡലാണ് ഇത്. സോ ഇത്രയും നേരം നമ്മൾ കണ്ടത് ലേഡീസിന് പറ്റുന്ന കുറച്ച് കളക്ഷൻസ് ആണല്ലേ. ഇനി ജെൻസിനും കൂടെ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് നമ്മൾ കണ്ടാലോ? അതൊരു രുദ്രാക്ഷത്തിൻ്റെ കൈച്ചെയിനാണ്. ഇത് സാൻഡലിൻ്റെ കൈച്ചെയിനാണ്. ഇത് സാൻഡലിൻ്റെ മാലയാണ്. ഇത് രുദ്രാക്ഷത്തിൻ്റെ കൈച്ചെയിനാണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര ഗ്രാമിലായിരിക്കും? 4 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് 4 ഗ്രാമാണോ? 4 ഗ്രാമാണ്. ഇതെല്ലാം 4 ഗ്രാമാണ്. 4 ഗ്രാം. ഓക്കെ. ഇപ്പോൾ ഈ മാലയാണെങ്കിലോ? മാല 12 ഗ്രാമുണ്ട്, 16 ഗ്രാമുണ്ട്, 10 ഗ്രാമുണ്ട്. അങ്ങനെ വേറെ ഗോൾഡിൻ്റെ വെയിറ്റ് ആണ്. അത് രുദ്രാക്ഷം കഴിച്ചിട്ടാണ് ഗോൾഡിൻ്റെ വെയിറ്റ് പറയുന്നത്. ശരി. ഓക്കെ. അപ്പോൾ ഈ മാലകൾ എന്താണ്? മുത്തുമാലകളാണ്. മണിമാലകൾ. ഓക്കെ. അത് 6 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും. 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്, 16 ഉണ്ട്. അങ്ങനെ സിംഗിൾ ലെയർ ഉണ്ട്, ഡബിൾ ലെയർ ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഡബിൾ ലെയർ ആണ്. ഡബിൾ ലെയർ. അത് ഡബിൾ ലെയർ. എല്ലാം മിക്കതും ഡബിൾ ലെയർ ആണ് തോന്നുന്നത്.
ഓക്കെ, അപ്പം നമ്മളുടെ രുദ്രാക്ഷത്തിൻ്റെ കളക്ഷൻ കണ്ടു, അതുപോലെ തന്നെ മണിമാലകളുടെ കളക്ഷൻ കണ്ടു. ഇനി നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടെ ഇച്ചിരി ഒന്ന് വെയിറ്റ് കൂടുതലുള്ള ടൈപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. സോ ഈ ഒരു ടൈപ്പ് എന്താണ്? നമ്മളുടെ ജെൻസിന് പറ്റുന്ന രീതിയിലുള്ളതുണ്ട്, നമ്മുടെ ലേഡീസിന് പറ്റുന്നതുണ്ട് അല്ലേ? ഉണ്ട്. ഇത് ജെൻസ് മാലയാണ്. യെസ്. അപ്പം നമ്മളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആവേശം ഫിലിമിൽ നമ്മളെ രംഗൻ ചേട്ടനൊക്കെ ഇട്ട് കാണുന്ന ആ ഒരു മാലയില്ലേ, ആ ടൈപ്പ് മാലയാണ് കേട്ടോ. സോ ഇത് എത്ര ഗ്രാമാണ് വരുന്നത്? ഇതൊരു 40 ഗ്രാം. ഇതാണല്ലേ പവിഴം. ഇതാണ് പവിഴം, നമ്മളുടെ പവിഴം മാലയാണിത് കേട്ടോ. എത്ര ഗ്രാമാണ് ഇത് വരുന്നത്? ഇത് വരുന്നത് 20 ഗ്രാം 400 മില്ലി. 20 ഗ്രാമിൽ. ഇതിന് കുറച്ചാണെങ്കിലും കിട്ടുമല്ലോ അല്ലേ? ഇതിൽ കുറച്ച് കിട്ടും. ലെങ്ത് കുറയുന്നതോറും അപ്പം നമുക്ക് ഓക്കെ. ഇനി അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു കളക്ഷൻ കരിമണിമാലയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഓക്കെ. ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെറ്റും അതുപോലെ തന്നെ കുറച്ച് കളക്ഷൻസും ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? സോ എല്ലാവർക്കും നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പോച്ചയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഞാൻ സൈൻ ഓഫ് ചെയ്യാണ്. സോ യെസ്, ബൈ.